നമസ്കാരം. പ്രിയ കോവിലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. അമേരിക്കൻ ചരിത്രത്തിന്റെ പ്രൗഢിയും ജനാധിപത്യത്തിന്റെ കോട്ടയുമായ വൈറ്റ് ഹൗസ്, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ വൈറ്റ് ഹൗസിന്റെ അത്തരം ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സിലൂടെ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ. 1792 വൈറ്റ് ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഐറിഷ് ആർക്കിടെക്റ്റായ ക്യാപ്റ്റൻ ജെയിംസ് ഹോബൻ ആയിരുന്നു ഇതിന്റെ ശില്പി. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ ഒഴികെ ബാക്കി എല്ലാ പ്രസിഡന്റുമാരും വൈറ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. അതെന്തേ ജോർജ് വാഷിംഗ്ടൺ മാത്രം അവിടെ താമസിച്ചില്ല എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ? അദ്ദേഹമായിരുന്നു വൈറ്റ് ഹൗസ് നിർമ്മിക്കാനുള്ള സ്പേസ് കണ്ടെത്തിയതും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതുമെല്ലാം. പക്ഷേ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ജോർജ് വാഷിംഗ്ടണിൻ്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് 1800 രണ്ടാമത്തെ പ്രസിഡന്റായിട്ടുള്ള ജോൺ ആഡംസ് ആയിരുന്നു ആദ്യമായി വൈറ്റ് ഹൗസിൽ താമസിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു ഏറ്റവും അധികം കാലം വൈറ്റ് ഹൗസിൽ താമസിച്ചിരുന്നത്, നീണ്ട 12 വർഷം. അദ്ദേഹമാണ് തുടർച്ചയായിട്ടുള്ള 4 ടേമുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ളത്. വില്യം ഹെൻറി ഹാരിസൺ ആയിരുന്നു വളരെ കുറച്ചു കാലം വൈറ്റ് ഹൗസിൽ താമസിച്ചിരുന്നത്, വെറും 31 ദിവസം. അതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് 47ാമത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വരെ നീണ്ടു നിൽക്കുന്നു വൈറ്റ് ഹൗസിന്റെ ചരിത്രം. ഇന്ന് കാണുന്ന പോലൊന്നും ആയിരുന്നില്ല തുടക്കത്തിൽ ഈ വൈറ്റ് ഹൗസ്. അതൊരു ചാര നിറത്തിലായിരുന്നു. അമേരിക്കയും ബ്രിട്ടനുമായിട്ടുള്ള ബാറ്റിൽ ഓഫ് 1812 അവസാനത്തിൽ ബ്രിട്ടൻ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ തീവയ്ക്കുകയുണ്ടായി. ആ പാടുകളെല്ലാം മാറ്റാനായിട്ടാണ് വൈറ്റ് ഹൗസിന് പിന്നീട് വെള്ള പെയിന്റ് കൊടുത്തത്. 1901 തിയോഡർ റൂസ്വെൽറ്റ് ആയിരുന്നു വൈറ്റ് ഹൗസ് എന്ന നാമധേയം നൽകിയത്. അതിനു മുമ്പ് വരെ അതിനെ അറിയപ്പെട്ടിരുന്നത് പ്രസിഡന്റ്സ് ഹൗസ്, പ്രസിഡന്റ്സ് പാലസ്, എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നൊക്കെയായിരുന്നു. ഇനി നമുക്ക് വൈറ്റ് ഹൗസിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ 1600 പെൻസിൽവാനിയ അവന്യൂവിലാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 55,000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയയുള്ള തിളക്കമാർന്ന വിസ്പർ വൈറ്റ് പെയിന്റ് ചെയ്ത ഈ ബിൽഡിങ്ങിന് 6 നിലകളാണുള്ളത്. 4 നിലകളും 2 ബേസ്മെന്റും. ഇതിന് 132 റൂമുകളും 35 ബാത്റൂമുകളും ഉണ്ട്. 2 വിങ്സുകളാണുള്ളത്, ഈസ്റ്റ് വിങ്ങും വെസ്റ്റ് വിങ്ങും. പ്രസിഡന്റിന്റെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത് വെസ്റ്റ് വിങ്ങിലാണ്. പ്രസിഡന്റിന്റെ ഓഫീസിനെ പറയുന്ന ഓവൽ ഓഫീസ് എന്നാണ്. അതിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെയാണ് ഈ പേരും വന്നിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് റൂം, വൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും വലിപ്പമുള്ള റൂമാണ് ഈസ്റ്റ് റൂം. അവിടെയാണ് അനുമോദന ചടങ്ങുകളും പത്രസമ്മേളനങ്ങളും അവാർഡ് ദാന ഫംഗ്ഷനുകളും റിസപ്ഷനുകളും ഒക്കെ നടക്കുന്നത്. പ്രസിഡന്റുമാർ മരിക്കുമ്പോൾ അവരുടെ ബോഡി പൊതുദർശനത്തിന് വയ്ക്കുന്നതും ഈ ഈസ്റ്റ് റൂമിലാണ്. സ്റ്റേറ്റ് ഡൈനിങ് റൂം, പേര് പോലെ തന്നെ വിരുന്ന് സൽക്കാരത്തിനുള്ള റൂമാണത്. ഇതിനു പുറമെ ബ്ലൂ റൂം, റെഡ് റൂം, ഗ്രീൻ റൂം, അങ്ങനെയൊക്കെ പലതും. ഈ റൂമുകളുടെ പേര് പോലെ തന്നെ അതിനുള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള ഫർണിച്ചറുകളും ആക്സസറീസും എല്ലാം അതാത് കളറിൽ തന്നെ ഉള്ളതാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ലുക്കാണ് ഈ റൂമുകൾക്കെല്ലാം. ബ്ലൂ റൂമിൽ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ നടക്കുകയും അതുപോലെ ഫോറിനേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും വിരുന്ന് സൽക്കാരം നടത്തുന്നതെല്ലാം അവിടെ വെച്ചാണ്. വൈറ്റ് ഹൗസിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി സിറ്റുവേഷൻ റൂം. ഒരു യുദ്ധമോ അടിയന്തര സിറ്റുവേഷനോ ഒക്കെ വരുമ്പോൾ പ്രസിഡന്റും നിയമ ഉപദേഷ്ടാക്കളും ഒക്കെ മീറ്റിംഗ് കൂടുന്നത് ഈ സിറ്റുവേഷൻ റൂമിൽ വെച്ചാണ്. ജോൺ എഫ് കെന്നഡിയുടെ കാലത്താണ് ഇങ്ങനെ ഒരു റൂം നിർമ്മിക്കപ്പെടുന്നത്. അദ്ദേഹം സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ ഒരു റൂമിനായിട്ട്. വളരെ വിശാലമായ കിച്ചൺ സൗകര്യം ഇവിടെ ഉണ്ട്. 140 പേർക്ക് ഡിന്നറും 1500 പേർക്ക് ലഘുഭക്ഷണങ്ങളും പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യം ഈ കിച്ചണിലുണ്ട്. പിന്നെ ഗാർഡൻ, പച്ചക്കറിത്തോട്ടം, ഇവയെല്ലാം സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. ഇവിടുത്തെ പച്ചക്കറിത്തോട്ടത്തിലെ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെയാണ് പ്രസിഡന്റിനും ഫാമിലിക്കും അതുപോലെ ഗസ്റ്റുകൾക്കും കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഹെലിപാഡ് ഇവിടെ ഇല്ല. എന്നാലും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററായ മറൈൻ 1 ലാൻഡ് ചെയ്യുന്നത് സൗത്ത് ലോണിലാണ്. ഞാൻ നേരത്തെ ഈസ്റ്റ് വിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ വൈഫാണ്. അപ്പോൾ പ്രഥമ വനിതയുടെ ഓഫീസും ഒക്കെയാണ് ഈസ്റ്റ് വിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് പ്രസിഡന്റിനും ഫാമിലിക്കുമായിട്ടുള്ള തിയേറ്റർ. 42 അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
മിക്കവാറും പ്രസിഡന്റ് പ്രധാനപ്പെട്ട പ്രസംഗങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് ഈ തിയേറ്ററിൽ വെച്ചാണ്. പിന്നെ സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ വൈവിധ്യമാർന്ന തരത്തിലാണ് വൈറ്റ് ഹൗസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ റൂമിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഈ ഒരു വീഡിയോയിലൊന്നും നിൽക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി പറഞ്ഞത്. ഇനി സെക്യൂരിറ്റി സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള വൈറ്റ് ഹൗസിൽ എത്രത്തോളം സെക്യൂരിറ്റി സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സാധാരണക്കാർക്ക് പോലും ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. വൈറ്റ് ഹൗസിന്റെ മുകളിൽ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് തോക്കുധാരികളായി കുറച്ച് പേര് നമ്മൾ കാണാറില്ലേ. അവർ സാധാരണ പട്ടാളക്കാരൊന്നുമല്ല, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആണ്. വളരെ കാലത്തെ ട്രെയിനിങ് ലഭിച്ച സ്നൈപ്പേഴ്സ്. ഈ പറയുന്ന സ്നൈപ്പേഴ്സിന്റെ കണ്ണുകൾ എപ്പോഴും വൈറ്റ് ഹൗസിന് ചുറ്റും ഉണ്ടാവും. വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം 147 ജനാലകളാണുള്ളത്. ഇവയെല്ലാം പോളി കാർബണേറ്റ് കൊണ്ടുള്ള 8 പാളികൾ കൊണ്ട് തീർത്തവയാണ് ഓരോ ജനാലുകളും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഹൈലി ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും എല്ലാം. വളരെ ശുദ്ധമായ ഓക്സിജൻ മാത്രം വൈറ്റ് ഹൗസിനകത്ത് ലഭിക്കുന്ന തരത്തിലാണ് ഓരോ സജ്ജീകരണങ്ങളും. പുറത്തു നിന്നുള്ള വിഷവാതകങ്ങളോ ഒന്നും അകത്തേക്ക് കടക്കാത്ത തരത്തിലുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രസിഡന്റിനും ഫാമിലിക്കും കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും നിരന്തരം പരിശോധനകൾ നടത്താറുണ്ട്. വിശ്വസ്തനായ ഒരു ഷെഫോ അല്ലെങ്കിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രമുഖ ഉദ്യോഗസ്ഥനോ ആയിരിക്കും ഈ ചുമതല. പല രാജ്യങ്ങളിൽ നിന്നും ഭക്ഷണ സാമഗ്രികൾ വൈറ്റ് ഹൗസിലേക്ക് എത്താറുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നൊന്നും ആർക്കും വ്യക്തമായ ധാരണയില്ല. അത്രയും രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഹയർ ഒഫീഷ്യൽസിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയാനും സാധിക്കുകയുള്ളൂ. സദാസമയവും ക്യാമറകളും ഡ്രോണുകളും വൈറ്റ് ഹൗസിന് ചുറ്റും ഉണ്ട്. നൈറ്റ് വിഷൻ ക്യാമറകൾ, തെർമൽ ക്യാമറകൾ, ഇതിനൊക്കെ പുറമെ ഗാർഡനിലാണെങ്കിലോ IR സെൻസേഴ്സ്, പ്രഷർ സെൻസേഴ്സ്, ഇവയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഈച്ചയ്ക്ക് പോലും പെർമിഷൻ കൂടാതെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ലിറ്ററലി പറയാം. ഇതിനേക്കാളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വൈറ്റ് ഹൗസിൻ്റെ മുകളിലൂടെ 18,000 അടി ചതുരശ്ര ചുറ്റളവിൽ ഒരു വിമാനത്തിനോ ഡ്രോണിനോ പറക്കാൻ പാടുള്ളതല്ല. നോൺ ഫ്ലൈയിങ് ഏരിയ ആയിട്ടാണ് അതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അഥവാ ഏതെങ്കിലും ഡ്രോണോ വിമാനമോ അതിൻ്റെ മുകളിലൂടെ പറക്കുകയാണെങ്കിൽ ആദ്യം വാൺ ചെയ്യും. അതിനുശേഷം അമേരിക്കയുടെ വാർ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ച് അവയെ തുരത്തി ഓടിക്കും. അതുമല്ലെങ്കിൽ അവയെ വെടിവെച്ചിടാൻ പോലും അമാന്തം കാണിക്കില്ല എന്നർത്ഥം. ആണവ ആയുധങ്ങളെ പോലും പ്രതിരോധിക്കാൻ വൈറ്റ് ഹൗസിൻ്റെ അടിയിലത്തെ നിലയിൽ ഒരു ആണവായുധങ്ങളെ പോലും പ്രതിരോധിക്കാൻ വൈറ്റ് ഹൗസിൻ്റെ അടിത്തട്ടിൽ ഒരു ബങ്കർ സജ്ജീകരിച്ചിട്ടുണ്ട്. യുദ്ധവും മറ്റുമൊക്കെ വരുമ്പോൾ പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ടവരും എല്ലാം ഈ ബങ്കറിനകത്തായിരിക്കും ഉണ്ടാവുക. അവിടെ വലിയൊരു ടണലും നിർമ്മിച്ചിട്ടുണ്ട്. ആ ടണൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഇന്നും അത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് രഹസ്യമായി തന്നെ തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് വൈറ്റ് ഹൗസ്. കാരണം അമേരിക്കയുടെ ഭരണം മാത്രമല്ല, ലോകത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രം എന്ന് തന്നെ നമുക്ക് വൈറ്റ് ഹൗസിനെ മിക്കവാറും വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ വൈറ്റ് ഹൗസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പലതും രഹസ്യമായി തന്നെയാണ് ഇന്നും തുടരുന്നത്. ഒരു അടിയന്തര സിറ്റുവേഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നൊന്നും പബ്ലിക്കിൽ അവർ അറിയിക്കാറില്ല. അതെല്ലാം രഹസ്യമായി തന്നെ വയ്ക്കാറാണ് പതിവ്. രഹസ്യങ്ങളായി തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്. എങ്കിലല്ലേ അതിലൊരു ത്രില്ലുണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എൻ്റെ FB പേജും ഇൻസ്റ്റ പേജും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.